ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. വാലസ് സ്റ്റീവൻസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ സ്വഭാവം വെള്ളം പോലെയാണ്. അത് അതിന്റെ പാത്രത്തിന്റെ രൂപം എങ്ങനെയാണോ അതുപോലെ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിൾ മനുഷ്യരിലുമുണ്ട്. വെള്ളം ഏതു പാത്രത്തിലും ഒതുങ്ങുന്നതുപോലെ നമുക്കും ആരെ വേണമെങ്കിലും സ്വാധീനിക്കാനാകും. ഈ തത്വം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഒരാൾക്ക് നിങ്ങളോട് അഗാധമായ പ്രണയം തോന്നാൻ കാരണമാകും. റോബർട്ട് ഗ്രീൻ ആകർഷണത്തിന്റെയും പ്രലോഭനത്തിന്റെയും കലയെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തിയ ആളാണ്. ഈ വീഡിയോയിൽ ആരെങ്കിലും സ്വാധീനിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ശക്തവും എന്നാൽ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതുമായ 7 ഡാർക്ക് സൈക്കോളജിക്കൽ തന്ത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇത് ആരെയും ഉപദ്രവിക്കാൻ ഉപയോഗിക്കരുത്, പോസിറ്റീവായ കാര്യങ്ങൾക്കായി മാത്രം പ്രയോഗിക്കുക. തന്ത്രം 1. ആകർഷണീയത കൂട്ടാൻ ദുർലഭ്യത ഉപയോഗിക്കുക. ലഭ്യത കുറവുള്ള കാര്യങ്ങൾക്കാണ് ആളുകൾ സാധാരണയായി കൂടുതൽ വില കൊടുക്കുക. ഈ തത്വം പ്രണയബന്ധങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിക്കാം. നിങ്ങൾ സ്വന്തം ജോലിക്കും ഹോബിക്കും സമയം കണ്ടെത്തണം. നിങ്ങളുടെ സമയവും ശ്രദ്ധയും അല്പം പരിമിതപ്പെടുത്തുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്തിന് വലിയ മൂല്യം കൈവരും. നിങ്ങൾ ഹാർഡ് ടു ഗെറ്റ് കളിക്കുകയല്ല, മറിച്ച് സമ്പൂർണമായൊരു ജീവിതം നയിക്കുകയാണ്. നിങ്ങൾ അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ വിലപ്പെട്ടതാക്കുക. തന്ത്രം 2. ചെറുതിൽ തുടങ്ങി വലുതിലേക്ക് പോവുക. ഇതൊരു ചെറിയ വിത്ത് നട്ട് അത് വളർന്ന് വലിയ മരമാകുന്നതുപോലെയാണ്. സ്ഥിരത നിലനിർത്താനുള്ള നമ്മുടെ മനസ്സിന്റെ ഇഷ്ടമാണ് ഈ തന്ത്രത്തിന് പിന്നിൽ. ഒരാൾ ഒരു ചെറിയ ആവശ്യത്തോട് അതെ എന്ന് പറയുമ്പോൾ പിന്നീടൊരു വലിയ ആവശ്യം വരുമ്പോൾ അവർ വീണ്ടും അതെ എന്ന് പറയാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് ചോദിച്ചു തുടങ്ങുക. എന്നിട്ട് ഒരുമിച്ച് പുറത്തു പോകാമോ എന്ന് ചോദിക്കുക. ചെറിയ കാര്യങ്ങൾ സമ്മതിപ്പിക്കുന്നതിലൂടെ വലിയ കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കാനുള്ള വാതിൽ നിങ്ങൾ തുറക്കുകയാണ്. തന്ത്രം 3. നിഗൂഢമായിരിക്കുക. മനുഷ്യർക്ക് ജന്മനാ ജിജ്ഞാസയുണ്ട്. നിങ്ങളെ ഒരു ഉള്ളി പോലെ കരുതുക. നിങ്ങളെക്കുറിച്ച് എല്ലാം ഒറ്റയടിക്ക് വെളിപ്പെടുത്തരുത്. ഓരോ ലെയറായി അവർ കടർത്തി മാറ്റാൻ അവസരം കൊടുക്കുക. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവകാശം അവർ നേടട്ടെ. അല്പം നിഗൂഢത നിലനിർത്തുന്നത് അവരെ നിങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും, ബന്ധത്തിൽ ആകർഷകത്വം നിലനിർത്തുകയും ചെയ്യും. തന്ത്രം 4. പുഷ് പുൾ തന്ത്രം മാസ്റ്റർ ചെയ്യുക. ഈ തന്ത്രം അവരെ എപ്പോഴും കൗതുകത്തോടെ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധയും അകലവും മിക്സ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ പിന്നോട്ട് വലിയുകയും സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ കൈയെത്താത്തതിനെ പിന്തുടരാനുള്ള അവരുടെ സ്വാഭാവിക ആഗ്രഹം ഉണരും. ഈ ഒരു പ്രവചനാതീതത്വം നിങ്ങളെ കൂടുതൽ ആകർഷകനാക്കും, കാരണം നിങ്ങൾ അവരെ ആശ്രയിക്കുന്നില്ല എന്ന് ഇത് കാണിക്കുന്നു. തന്ത്രം 5. ആഗ്രഹത്തിന്റെ ത്രികോണം സൃഷ്ടിക്കുക. നിങ്ങൾ മൂല്യമുള്ള ഒരാളാണെന്ന് സൂക്ഷ്മമായി പ്രകടിപ്പിക്കുക എന്നതാണ് ഈ തന്ത്രം. മറ്റുള്ളവരും നിങ്ങളെ ആകർഷകനാണെന്നോ താൽപ്പര്യമുള്ള ആളാണെന്നോ കരുതുന്നു എന്ന് അവർ അറിയട്ടെ. ആളുകൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കപ്പെടും. താൻ വ്യത്യസ്തമായ ഒരാളോടൊപ്പമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ നൽകാനാണ് ഈ സൂചനകൾ. തന്ത്രം 6. അവൾ മാത്രമാണ് എല്ലാമെന്ന് തോന്നിപ്പിക്കുക. നിങ്ങൾ ഒന്നിച്ചുണ്ടാകുമ്പോൾ അവൾ നിങ്ങളുടെ പ്രഥമ പരിഗണനയാണെന്നും അവൾക്ക് സ്പെഷ്യലായി തോന്നിക്കുന്നുവെന്നും ഉറപ്പാക്കുകയാണ് ഈ തന്ത്രം. ഫോൺ പോലുള്ള ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. കണ്ണിന്റെ കോൺടാക്ട് നിലനിർത്തുക. ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാളാണെന്ന് ഇത് സൂചന നൽകും. തന്ത്രം 7. മിററിംഗും മാച്ചിങ്ങും ഉപയോഗിക്കുക. കൂടുതൽ ആഴത്തിലുള്ള ബന്ധം വളർത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളാണ് മിററിംഗും മാച്ചിങ്ങും. മറ്റേയാളുടെ ഭാഷയിൽ സംസാരിക്കുക. അവരുടെ ശരീരഭാഷ അനുകരിക്കുക. മറ്റേയാളുടെ ബോഡി ലാംഗ്വേജിൽ മാച്ച് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഇതൊരിക്കലും കോപ്പിയടിക്കുന്നത് പോലെയല്ല, മറിച്ച് അവർക്ക് ഒഴുക്കിൽ ഉള്ളാടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ 7 തന്ത്രങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിലും അതെങ്ങനെ നടപ്പിലാക്കണം? ഒരു ഗെയിം കളിക്കുന്നത് പോലെ തോന്നാതെ സ്വാഭാവികമായും ആഴത്തിലും ഈ സൈക്കോളജി ടെക്നിക് ഉപയോഗിച്ച് നിങ്ങളുടെ ആകർഷണ ശക്തി അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുമോ? ഇതിനാണ് ഒരു മാസ്റ്റർ കീ വേണ്ടത്. നിങ്ങളിലെ ഏറ്റവും മികച്ച പുരുഷ വ്യക്തിത്വം പുറത്തെടുക്കാനും ബന്ധങ്ങളിൽ വ്യക്തമായ ആകർഷണ ശക്തിയോടെ മുന്നോട്ടു പോകാനും സഹായിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ തന്ത്രങ്ങൾ സിദ്ധാന്തത്തിൽ എത്ര ശക്തമാണെന്ന്. 6 വർഷത്തിലധികമായി ഞാൻ പഠിച്ചതും 3000-ലധികം പേരുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കാൻ സഹായിച്ചതുമായ ഏറ്റവും ഫലപ്രദമായ ടെക്നിക്കുകളാണ് ഈ പ്രോഗ്രാമിലുള്ളത്. ഈ തന്ത്രങ്ങളെല്ലാം എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്നും ഇതിലൂടെ നിങ്ങൾ പഠിക്കും. നിങ്ങളുടെ ആകർഷണ ശക്തി ഒരു സുപ്പീരിയർ ലെവലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഒട്ടും വൈകണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമന്റിലോ ഉള്ള ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓർമ്മിക്കുക, വലിയ ശക്തിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചതാണ്, അല്ലാതെ മറ്റൊരാളെ ഉപദ്രവിക്കാനോ സ്വാർത്ഥ താൽപര്യങ്ങൾക്കോ അല്ല. എല്ലായ്പ്പോഴും ഇവ ധാർമ്മികമായും ആത്മാർത്ഥമായ ഉദ്ദേശത്തോടെയും ഉപയോഗിക്കുക. ഒരാളുടെ മേൽ നിയന്ത്രണം നേടുന്നതിനേക്കാൾ വലുത് വിശ്വാസവും അടുപ്പവും ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ. ശരി, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആകർഷണത്തെക്കുറിച്ചും പ്രലോഭനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ചിന്തകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.